ആ ദേ ചട്ടമ്പി പറൂനേത് ഞരമ്പ് രോഗി വിളിക്കുന്നുണ്ട്. എന്നെ ഒരു ഞരമ്പ് രോഗിയും വിളിക്കില്ല, വീട്ടിൽ നിന്നായിരിക്കും. ആ ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആ വീട്ടിൽ നിന്നൊന്നുമല്ല, പ്രിയനാ. പ്രിയൻ ചേട്ടനോ? അയാളെന്തിനാ എന്നെ വിളിക്കുന്നേ? ഇങ്ങതാ. ഹലോ പ്രിയ, ഇവളിത് എന്ത് പണിയായി കാണിച്ചേ? ഇത് ആരായി സംസാരിക്കുന്നേ? ഞാൻ ആയിഷയാ. ആ ആയിഷ, ഹലോ. ആയിഷ, പാറുല്ലേ അവിടെ? അല്ല, പ്രിയനും അവളെ പാറൂന്നാണോ വിളിക്ക? എന്താ ആയിഷ അങ്ങനെ ചോദിച്ചേ? അല്ല, നല്ല അടുപ്പുള്ളവര് മാത്രമേ പാർവതിയെ പാറൂന്ന് വിളിക്കാറുള്ളൂ. മതി, ഇങ്ങതാ. സോറി പ്രിയൻ ചേട്ടാ, ആയിഷ എങ്ങനെയാ, ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല. അടുപ്പമുള്ളവര് മാത്രമേ പാർവതിയെ പാറൂന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാ ആയിഷ പറയുന്നത്. നിന്നെ പാറൂന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പം നമ്മൾ തമ്മിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വിളിക്കാനാ എനിക്കിഷ്ടം. അതിനുവേണ്ടി പാറുവിനോട് കൂടുതൽ അടുക്കാനും ഞാൻ തയ്യാറാ. എങ്ങനെയാ കൂടുതൽ അടുക്കേണ്ടെന്ന് പാറു പറഞ്ഞാ മതി. ഈ ബുദ്ധൂസ് അങ്ങനെ പറഞ്ഞെന്ന് കരുതി പ്രിയൻ ചേട്ടൻ അതൊന്നും കാര്യാക്കണ്ട. ഇപ്പൊ തന്നെ പാറു എന്ന് വിളിക്കാൻ മാത്രമുള്ള അടുപ്പൊക്കെ നമ്മൾ തമ്മിലുണ്ട്. നമ്മൾ തമ്മില് അടുപ്പമുണ്ടല്ലേ? ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പാറുവിനെ ഫോൺ ചെയ്യുന്നതും പാറു ഒരു മടിയും കൂടാതെ എന്നോട് സംസാരിക്കുന്നതും ഒക്കെ. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. പ്രിയൻ ചേട്ടൻ എന്തിനാ വിളിച്ചത്? അത് ഞാൻ പാറുവിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്റെയും പാറുവിന്റെയും മനസ്സ് ഒരുപോലെയാണെന്ന്. എന്റെയും പ്രിയൻ ചേട്ടന്റെയും മനസ്സ് ഒരുപോലെയാണെന്നോ? ആരെങ്കിലും സങ്കടപ്പെടുന്ന കണ്ട എനിക്ക് വിഷമാവും. അയാളുടെ ആ സങ്കടം തീർത്തു കൊടുത്താലേ പിന്നെ സമാധാനം കിട്ടുള്ളൂ. പാറുവിന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? ജെന്നിഫറിന്റെ സങ്കടം തീർത്തു കൊടുക്കാൻ എത്ര വലിയ റിസ്കാ പാറു ഏറ്റെടുത്തത്. അത് എന്റെ മിടുക്കൊന്നുമല്ല. എനിക്കൊരു അപകടവും പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ശിവനും ശിവന്റെ ഗുണ്ടകളും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാല് രക്ഷിക്കാൻ എന്റെ ഗന്ധർവൻ വരില്ലേ? എന്റെ ഗന്ധർവനുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? ശിവന്റെ കൈകൊണ്ട് എനിക്ക് പരിക്ക് പറ്റിയില്ലല്ലോ എന്നതാ സങ്കടം. പാറു എന്തൊക്കെയായി പറയുന്നേ? സത്യാ ഞാൻ പറയുന്നേ. എനിക്ക് പരിക്ക് പറ്റിയിരുന്നെങ്കില് ആ ശിവനെ നേരിടാൻ ഗന്ധർവൻ വരുമായിരുന്നില്ലേ? അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഗന്ധർവനെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ലേ? എന്നെ ഗന്ധർവൻ ഇഷ്ടാന്ന് എനിക്കറിയാം. ഞാൻ എന്താഗ്രഹിച്ചാലും അതെല്ലാം നടത്തി തരുന്നുണ്ട്. പക്ഷെ മുന്നില് വരുന്നില്ല. വരാമെന്ന് പറയും, എന്നിട്ട് പറ്റിക്കും. എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഗന്ധർവൻ എന്താ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തത്? അയ്യോ, ഇതൊക്കെ ഞാനെന്തിനാ പ്രിയൻ ചേട്ടനോട് പറയുന്നേ? അറിയാതെ പറഞ്ഞു പോയതാ, സോറി. സാരമില്ല പാറു. പാറുവിന്റെ മനസ്സ് ഗന്ധർവൻ അറിയുന്നുണ്ട്. മുന്നിൽ വരാനുള്ള സമയമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇനി അധികം വൈകില്ല. പാറുവിന്റെ മുന്നിൽ പാറുവിന്റെ ഗന്ധർവൻ പ്രത്യക്ഷനാവുക തന്നെ ചെയ്യും. ഞാനല്ലേ പറയുന്നത്. എന്നാ വെക്കട്ടെ. സെക്യൂരിറ്റി ചേട്ടൻ ഇന്ന് ലീവാ. അതുകൊണ്ട് ആ ജോലി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. നാളെ കമ്പനിയിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ.